ജയിലിലുള്ള ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു യുവതിയെ സംഘം ചേർന്ന് പീഡിപ്പിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. മഞ്ചേരി സ്വദേശിയായ യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. പീഡനത്തിന് ഒത്താശ ചെയ്ത ദമ്പതികളും ലോഡ്ജ് നടത്തിപ്പുകാരനും അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. ജൂലൈ 27-നായിരുന്നു സംഭവം. ലോഡ്ജ് നടത്തിപ്പുകാരൻ മണ്ണാർക്കാട് അരിയൂർ ആര്യമ്പാവ് കൊളർമുണ്ട് വീട്ടിൽ രാമചന്ദ്രൻ 63, തിരൂർ വെങ്ങാലൂർ കുറ്റൂർ അത്തംപറമ്പിൽ റെയ്ഹാൻ 45, കൊപ്പം വിളയൂർ സ്വദേശി കണിയറക്കാവ് താമസിക്കുന്ന മുണ്ടുക്കാട്ടിൽ സുലൈമാൻ 47, കുന്നക്കാവ് പുറയത്ത് സൈനുലാബിദ്ദീൻ 41, പയ്യനാട് തോരൻ വീട്ടിൽ ജസീല 27, ഇവരുടെ ഭർത്താവ് പള്ളിക്കൽ ബസാർ ചോലക്കൽ കുറായി വീട്ടിൽ സനോഫ് 36 എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, സിഐ സുമേഷ് സുധാകരൻ, എസ്ഐ എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചന നടത്തി യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ചു. ഇവിടെ വെച്ച് രാമചന്ദ്രനും റെയ്ഹാനും സുലൈമാനും സൈനുലാബിദ്ദീനും ചേർന്നു പീഡിപ്പിച്ചു. മറ്റു പ്രതികളിൽ നിന്നും രാമചന്ദ്രൻ പണം കൈപ്പറ്റിയ ശേഷം ജസീലയും സനൂഫുമായി വീടിച്ചെടുത്തെന്നും പോലീസ് പറഞ്ഞു. യുവതിയുടെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായാണ് ജയിലിലായത്. ഭാര്യയെയും കുട്ടികളെയും കണ്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ പങ്കാളിയെ കുത്തിക്കൊലപ്പെടുത്തി യുവതി. 42 വയസ്സുകാരനായ ഹരീഷാണ് ഗുരുഗ്രാമിൽ കൊല്ലപ്പെട്ടത്. ഹരീഷിന്റെ ലിവ് ഇൻ പങ്കാളിയും അശോക് വിഹാർ സ്വദേശിയുമായ യഷ്മീത് കൗറിനെ അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഹരീഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഹരീഷും യഷ്മീതും 1 വർഷത്തിലേറെയായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഹരീഷ് ഭാര്യയെയും മക്കളെയും കാണാൻ പോകുന്നതിനെ ചൊല്ലി യഷ്മീത് വഴക്കിടുക പതിവായിരുന്നു. ഹരീഷിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. അതേസമയം കുത്തേൽക്കുന്നതിന് തലേ ദിവസം ഹരീഷ് തന്നെ കാണാനെത്തിയിരുന്നെന്നും 7 ലക്ഷം രൂപ വാങ്ങി മടങ്ങിപ്പോയെന്നും ഹരീഷിന്റെ ബന്ധുവായ ഭരത് പറഞ്ഞു. വിജയ് എന്നയാളാണ് ഹരീഷിനെ കാറിലെത്തി കൂട്ടിക്കൊണ്ടുപോയത്. തൊട്ടടുത്ത ദിവസം രാവിലെ 7 മണിയോടെ യഷ്മീത് തന്നെ വിളിക്കുകയും ഹരീഷ് മരിച്ചതായി അറിയിക്കുകയും ചെയ്തെന്നും ഭരത് പറഞ്ഞു. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ JDS MP പ്രജ്വൽ രേവണ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ഔദ്യോഗികമായി ആരംഭിച്ചു. 33 വയസ്സുകാരനായ പ്രജ്വൽ രേവണയെ 5528 നമ്പർ തടവുകാരനായി കുറ്റവാളികളെ പാർപ്പിക്കുന്ന ബാരക്കിലെ സെല്ലിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജയിലിൽ വെള്ള നിറത്തിലുള്ള യൂണിഫോമാണ് പ്രജ്വൽ രേവണ ധരിക്കേണ്ടത്. ദിവസവും 8 മണിക്കൂർ നിർബന്ധമായി ചെയ്യേണ്ട ജോലികളുമുണ്ട്. മറ്റേതു തടവുപുള്ളിക്കും ലഭിക്കുന്ന പരിഗണന മാത്രമേ പ്രജ്വലനും ലഭിക്കൂ. ജയിലിൽ അടുക്കള, പൂന്തോട്ട പരിപാലനം, തൊഴുത്, പച്ചക്കറി കൃഷി, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങി ഏതെങ്കിലും ഒരു ജോലി പ്രജ്വൽ രേവണ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നതിന് മാസം 524 രൂപയായും ശമ്പളം ലഭിക്കുക. ചെയ്യുന്ന ജോലിയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നതനുസരിച്ച് വേതന വർധനവും ഉണ്ടാകും. ഹാസനിലെ ഫാം ഹൌസിൽ വെച്ച് 48 വയസ്സുള്ള വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രജ്വൽ രേവണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയുടേതായിരുന്നു വിധി. പ്രജ്വലിൻ്റെത് അതീവ ഗുരുതരമായ കുറ്റമെന്ന് കോടതി നിരീക്ഷിച്ചു. തനിക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രജ്വൽ രേവണ ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളുകയായിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം അത് പക്ഷാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. ഇവരുടെ 9ാം ക്ലാസ്സുകാരിയായ മകളെയും 2 ആൺകുട്ടികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂലൈ 25-ന് ജാമിറയിലെ ലഹോൺ ഗാവോണിലെ ബോർബറ പ്രദേശത്തുള്ള വസതിയിലാണ് ഉത്തം ഗൊഗോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉത്തം ഗൊഗോയി പക്ഷാഘാതം കാരണമാണ് മരിച്ചതെന്ന് ഭാര്യ ബോബി സോനോവാൾ ഗൊഗോയി തന്നെ അറിയിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞത്. ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ മുറിവ് കണ്ടെത്തി. വീട്ടിലൊരു തുറന്ന കുടയും കണ്ടു. ഇവിടെ കവർച്ച നടന്നതായി തോന്നുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷാഘാതം മൂലമാണ് മരിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ ചെവിയിൽ മുറിവ് എങ്ങനെയുണ്ടായി? ഞങ്ങൾ പോലീസിനെ സമീപിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും മറ്റ് 2 പേരെയും കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബോബിയുമായും മകളുമായും 2 ആൺകുട്ടികൾക്കും അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം. ബോബിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മകളെയും 2 ആൺകുട്ടികളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഡിബ്രൂഗഡ് സീനിയർ പോലീസ് സൂപ്രണ്ട് രാകേഷ് റെഡ്ഡി പറഞ്ഞു. മകൾ കുറ്റം സമ്മതിച്ചു. നിയമപ്രകാരം നടപടിയെടുക്കും, അദ്ദേഹം അറിയിച്ചു. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ബോർബൊറാവിലെ പ്രദേശവാസികൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷ്ഠ നടത്തി. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ സോച്ചിയിലെ എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം. യുക്രൈന്റെ ഡ്രോൺ എണ്ണ സംഭരണശാലയിലെ കൂറ്റൻ ഇന്ധന ടാങ്കിൽ ഒന്നിൽ പതിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനായി 100-ലേറെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റീജിയണൽ ഗവർണർ ബെന്യാമിൻ കോന്ത്രിയോദേവ് പറഞ്ഞു. 2000 ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കിനാണ് തീപിടുത്തം.
അപകടത്തിന് പിന്നാലെ സോച്ചിയിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. റയാസൻ, പെൻസ തുടങ്ങിയ നഗരങ്ങൾ ലക്ഷ്യമിട്ടും യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതാണ് റഷ്യ ആരോപിക്കുന്നത്. യുക്രൈൻ കഴിഞ്ഞ രാത്രി മുതൽ തൊടുത്തുവിട്ട 93 ഡ്രോണുകൾ പ്രതിരോധിച്ചതാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഇതിൽ 60 എണ്ണവ തടുത്തത് കരിങ്കടലിന് മുകളിൽ വെച്ചാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിക്കോളയേവിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതാണ് യുക്രൈൻ ആരോപിക്കുന്നത്. മിസൈൽ ആക്രമണത്തിൽ വീടുകൾ അടക്കം തകർന്നതായും റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തിയെന്നും യുക്രൈൻ പറയുന്നു. നവജാത ശിശുവിനെ ഉപേക്ഷിച്ച അമ്മയും കാമുകനും പിടിയിലായി. കാമുകനിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെയാണ് പ്രസവത്തിന് ശേഷം ആലുവ സ്വദേശിയായ യുവതി മറ്റൊരാൾക്ക് കൈമാറിയത്. മുപ്പത്തടത്തെ ഒരു വീട്ടിൽ നിന്നാണ് കളമശ്ശേരി പോലീസ് കുട്ടിയെ കണ്ടെടുത്തത്. സംഭവത്തിൽ അമ്മയെ 1-ാം പ്രതിയും ആൺസുഹൃത്ത് ജോൺ തോമസിനെ 2-ാം പ്രതിയുമാക്കി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 26-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച യുവതി അന്ന് തന്നെ പ്രസവിച്ചിരുന്നു. എന്നാൽ മാനഹാനി ഭയന്ന കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു. കുഞ്ഞിനെ യുവതി അപായപ്പെടുത്തുമേ എന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതോടെ അന്വേഷണം നടത്തിയപ്പോഴാണ് മുപ്പത്തടത്തെ ഒരു ഫ്ളാറ്റിൽ നിന്ന് യുവതിയെയും കാമുകനെയും പോലീസ് കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിനൊടുവിൽ മുപ്പത്തടത്തെ ഒരു വീട്ടിൽ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ കളമശ്ശേരി പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞ് നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള യുവതിയെ ചികിത്സയ്ക്ക് ശേഷം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിക്ക് മറ്റ് 2 കുട്ടികൾ കൂടിയുണ്ട്. ചികിത്സാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇത്തരം പ്രതികാര നടപടികൾ നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവീര്യത്തെ തന്നെ തകർക്കുമെന്നും ഡോക്ടർ ഹാരിസ് സദുദ്ദേശത്തോടെയാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും IMA അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം തകരാറാണ് യഥാർത്ഥ പ്രശ്നമെന്ന് ആരോഗ്യമന്ത്രി തന്നെ മുൻപ് സമ്മതിച്ചിരുന്നതാണ്. എന്നിട്ടും സ്വന്തം വകുപ്പിലെ തകരാറുകൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഹാരിസിനെ പോലെ ഒരു ജനകീയ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കോപ്പുകൂട്ടുന്നത് മെഡിക്കൽ കോളേജുകളെ ചികിത്സയ്ക്കുള്ള അന്തിമാശ്രയമായി കരുതുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട രോഗികളോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കരുതാനാവൂ. ഇത്തരം ബ്യൂറോക്രാറ്റിക് ധാർഷ്ട്യങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കണം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് പഠിക്കാനും പരിഹരിക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അതിനായി പ്രത്യേക വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും IMA തിരുവനന്തപുരം പ്രസിഡന്റ് ഡോക്ടർ R. ശ്രീജിത്ത്, സെക്രട്ടറി ഡോക്ടർ സ്വപ്ന S. കുമാർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കൊല്ലം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കാറിന് തീയിട്ടു. കൊല്ലം പൂതക്കുളം ഇടയാടിയിൽ ഞായറാഴ്ച രാവിലെ 11:30-ഓടെയാണ് സംഭവം. ഒരുമിച്ച് കാറിലെത്തിയ യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുകയും പരസ്പരം വടിവാളെടുത്തു വീശുകയുമായിരുന്നു. ഇതിനിടെയാണ് സംഘത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് കാറിന് തീയിട്ടത്. ഇതോടെ ഇവർ പല വഴിക്ക് ഓടിപ്പോയി. കാറിൽ 4 യുവാക്കൾ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. മുൻപ് പ്രദേശത്ത് ഇവരെ കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. KL 5H 6490 ചുവപ്പ് മാരുതി കാറാണ് കത്തിയത്. അഗ്നിരക്ഷാസേന എത്തിയാണ് തീകെടുത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിമാനത്താവളത്തിൽ അമിത ലഗേജിന് ഫീസ് ചോദിച്ചതിന് സൈനിക ഉദ്യോഗസ്ഥൻ വിമാന കമ്പനി ജീവനക്കാരനെ മർദ്ദിച്ചു. ശ്രീനഗർ വിമാനത്താവളത്തിൽ വെച്ച് ജൂലൈ 26-നായിരുന്നു സംഭവം. സൈനിക ഉദ്യോഗസ്ഥന്റെ ആക്രമണത്തിൽ 4 സ്പൈസ് ജെറ്റ് വിമാന കമ്പനി ജീവനക്കാർക്ക് പരിക്കേറ്റു. തലയ്ക്കും നട്ടെല്ലിനുമാണ് പരിക്ക്. ഒടിവുൾപ്പെടെ ഗുരുതരമാണെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള SG-386 വിമാനത്തിന്റെ ബോർഡിംഗ് ഗേറ്റിലാണ് സംഘർഷത്തിന്റെ തുടക്കം. കയ്യിൽ കിട്ടിയ പരസ്യ ബോർഡ് എടുത്താണ് സൈനിക ഉദ്യോഗസ്ഥൻ ജീവനക്കാരെ ആക്രമിച്ചത്. തുടർന്ന് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി സൈനികനെ പിടിച്ചുമാറ്റുകയായിരുന്നു. സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. 600 വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. റഷ്യയിലെ കാംചത്കയിലെ ക്രാഷനിന്നകോവ് അഗ്നിപർവ്വതമാണ് 6 നൂറ്റാണ്ടുകാലത്തെ നിദ്ര വെടിഞ്ഞ് പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞയാഴ്ച 8.8 തീവ്രത രേഖപ്പെടുത്തിയ റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പമാകാം അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലെ വ്യോമഗതാഗതത്തിന് ഓറഞ്ച് ഏവിയേഷൻ കോഡ് നൽകിയിട്ടുണ്ട്.
വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കുന്നത്. കാശനിന്നക്കോവ് അഗ്നിപർവ്വതം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിത്തെറിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഗ്നിപർവ്വതത്തിൽ നിന്ന് അവസാനമായി ലാവാപ്രവാഹമുണ്ടായത് 1463-ലാണെന്നാണ് സൂചന. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 6000 മീറ്റർ ഉയരത്തിൽ വരെ ചാരമേഘമെത്തിയതായി അധികൃതർ അറിയിച്ചു. 1856 മീറ്ററാണ് അഗ്നിപർവ്വതത്തിന്റെ ഉയരം. ചാരമേഘം കിഴക്കുദിശയിൽ ശാന്തസമുദ്രത്തിലേക്ക് നീങ്ങുന്നതിനാൽ ജനജീവിതത്തെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായുള്ള നിരായുധീകരണം ആവശ്യം തള്ളി ഹമാസ്. ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുന്നതുവരെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമാസ് നേതൃത്വം പ്രഖ്യാപിച്ചു. നിരായുധീകരണം നടത്താൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് ഹമാസിന്റെ പ്രതികരണം. പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുന്നതുവരെ സായുധ പോരാട്ടം തുടരും. ചെറുത്തുനിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ആയുധങ്ങൾ താഴെയും വെക്കില്ല, ഹമാസ് നേതൃത്വം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടു. അതേസമയം അറബ് രാജ്യങ്ങളും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഹമാസിനോട് നിരായുധീകരണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന സംശയത്തിൽ ഭർത്താവ് മക്കൾക്ക് വിഷം നൽകി ആത്മഹത്യ ചെയ്തു. ഗുജറാത്തിലെ സൂററ്റിലാണ് സംഭവം. സൂററ്റിലെ ഡിൻഡോളിയിൽ സ്കൂൾ അധ്യാപകനായ അൽപേഷ് സോളങ്കിയാണ് 2 ആൺമക്കൾക്ക് വിഷം നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ അൽപേഷിന്റെ ഭാര്യ ഫാൽഗുനെയും കാമുകൻ നരേഷ് റാഥോഡിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 4 വർഷമായി ഇരുവരും പ്രണയത്തിലാണെന്ന് പോലീസ് അറിയിച്ചു. ശനിയാഴ്ചയായിരുന്നു സംഭവം. ഫാൽഗുനി ഫോണിൽ വിളിച്ചെങ്കിലും അൽപേഷിനെ കിട്ടിയിരുന്നില്ല. തുടർന്ന് വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മക്കൾ കട്ടിലിലും അൽപേഷ് സമീപത്തും മരിച്ചുകിടക്കുന്നത് കണ്ടത്. 7ഉം 2ഉം വയസ്സുമുള്ള മക്കളെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് സൂററ്റ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് സിംഗ് ഗുജ്ജർ പറഞ്ഞു. മുറിയിൽ നിന്ന് 8 പേജുള്ള ആത്മഹത്യക്കുറിപ്പും 2 ഡയറികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഭാര്യയുടെ വിവാഹേതര ബന്ധത്തെക്കുറിച്ചും തനിക്കുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ചും ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒട്ടനവധി അവസരങ്ങൾ നൽകിയിട്ടും ഫാൽഗുന് ബന്ധം അവസാനിപ്പിച്ചില്ലെന്ന് ആത്മഹത്യക്കുറിപ്പിലുണ്ട്. നരേഷുമായുള്ള ഫാൽഗുനിയുടെ ബന്ധത്തിൽ അൽപേഷ് അസ്വസ്ഥനായിരുന്നു. തുടർന്ന് ഭാര്യ പോകുന്നിടത്തെല്ലാം അൽപേഷ് പിന്തുടരാൻ തുടങ്ങി. ഫാൽഗുനിയുടെ സിം കാർഡ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തതിനാൽ കോൾ വിശദാംശങ്ങളടക്കം അൽപേഷ് പരിശോധിച്ചിരുന്നു. 2ാമത്തെ കുട്ടിയുടെ പിതൃത്വത്തിലും അൽപേഷ് സംശയം ഉന്നയിക്കുന്നുണ്ടെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. താൻ വീട്ടിലില്ലാത്തപ്പോൾ നരേഷ് വീട്ടിലെത്താറുണ്ടെന്നും ഫാൽഗുനി തന്റെ രൂപത്തെക്കുറിച്ച് പലപ്പോഴും പരിഹസിച്ചതായും അൽപേഷ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. കൊട്ടാരക്കര മഹാ ഇടവക നിയുക്ത ബിഷപ്പായി റവറൻ ജോസ് ജോർജിനെ തിരഞ്ഞെടുത്തു. കൊല്ലം ആയൂർ അസുരമംഗളം CSI ഇടവകാംഗവും കൊല്ലം കത്തീഡ്രൽ വികാരിയുമാണ്. ചെന്നൈയിലെ സിനഡ് സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്തെ നടന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിനു ശേഷമായിരുന്നു പ്രഖ്യാപനം. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ 2ാമത്തെ ബിഷപ്പാണ് റവറൻ ജോസ് ജോർജ്. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം പേരെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുമെന്ന സൂചനകൾക്കിടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു DMKയും കോൺഗ്രസും അടക്കമുള്ള ഇന്ത്യ മുന്നണി പാർട്ടികൾ. ബീഹാറിൽ നിന്നുള്ള സ്ഥിരം കുടിയേറ്റ തൊഴിലാളികളായതിനാൽ പുതുതായി 6.5 ലക്ഷം പേരെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ടർമാരെ ഇറക്കുമതി ചെയ്യുന്നത് സ്വീകാര്യമല്ലെന്നും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുൻ നിയമമന്ത്രി S. രഘുപതി പറഞ്ഞു. ഇത്തരം നീക്കങ്ങളെ പാർട്ടി ശക്തമായി എതിർക്കുമെന്നും VCK പ്രസിഡന്റും ചിദംബരം MPയുമായ തിരുമാവളനും പറഞ്ഞു. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം പേരെ തമിഴ്നാട്ടിൽ വോട്ടർമാരായി ചേർക്കുമെന്ന റിപ്പോർട്ടുകൾ ആശങ്കജനകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരവും അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്നാൽ നീക്കം അതിനെതിരാണെന്നും P. ചിദംബരം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും പോരാടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ്നാട്ട് കടലൂർ ചിദംബരമുള്ള അമ്മപ്പെട്ടെ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നർത്തകിക്ക് ദാരുണാന്ത്യം. എറണാകുളം സ്വദേശിനി ഗൗരി നന്ദയാണ് മരണം. 8 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പുതുച്ചേരിയിലേക്കുള്ള യാത്രയുടെയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു.
എറണാകുളം സ്വദേശികളായ ഫ്രെഡി അഭിരാമി, തൃശൂർ സ്വദേശി വൈശാൽ സുഖില, അനാമിക തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. ഇവർ കടലൂർ ജില്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൗരിനന്ദ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ അണ്ണാമലൈ നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ഒത്താശയ്ക്കോടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ മനോരമ ന്യൂസ് പുറത്തുവിട്ടു. കൊടിസുണി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ ചേർന്ന സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവിട്ടത്. ജൂലൈ 17 മാഹി ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണയ്ക്കായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനെന്ന പേരിൽ തലശ്ശേരിയിലെ ബാറിന്റെ പാർക്കിംഗിൽ എത്തിച്ചായിരുന്നു മദ്യപാനത്തിന് പോലീസ് സഹായം പ്രതികൾക്ക് ലഭിച്ചത്. ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാരുണ്ടാകണമെന്ന ചട്ടം കാറ്റിൽ പറത്തിയായിരുന്നു മദ്യപാനം. പോലീസുകാരൻ പ്രതികളുടെ സമീപത്തില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.